സംസ്ഥാന സർക്കാരിന്റെ മാർച്ച് മാസത്തിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ലഭിക്കാത്ത മുഴുവൻ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക. ഗുണഭോക്താക്കൾക്ക് 2 മാസത്തിലെ പെൻഷൻ തുകയായ 4000 രൂപ വീതം ഒരുമിച്ച് എത്തിച്ചേരുന്നു. തീയതി അറിയിപ്പിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും മാറ്റം വന്നിരിക്കുകയാണ്. 2000 രൂപയുടെ വീതം 2 ഗഡുക്കളാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഒരുമിച്ച് എത്തിച്ചേരുക. തുക വിതരണ നടപടികൾ ഇന്നു മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കും. മാർച്ച് 31 4000 രൂപ വീതം പരമാവധി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കാനാണ് സംസ്ഥാന സർക്കാർ തിരക്കിട്ട നീക്കം നടത്തുന്നത്. ഏപ്രിൽ 14 മുന്നോടിയായി 4000 രൂപയുടെ ഒരുമിച്ചുള്ള വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഈസ്റ്റർ വിഷു പ്രമാണിച്ചാണ് ആനുകൂല്യ വിതരണങ്ങൾ നേരത്തെയാക്കിയിരിക്കുന്നത്. എന്നാൽ മാർച്ച് മാസത്തിൽ ലഭിക്കേണ്ട ആനുകൂല്യം ഒരൽപ്പം വൈകി 2 മാസത്തിലെ തുകയും ഒരുമിച്ച് ലഭിക്കുന്ന രീതിയിലാണ് പുതിയ വിതരണ നടപടി ആരംഭിച്ചിട്ടുള്ളത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ 26 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണമാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. ആദ്യഘട്ടത്തിൽ 2000 രൂപ വീതമാണ് ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുക. ഇതോടൊപ്പം തന്നെ വൈകാതെ 2000 രൂപയുടെ രണ്ടാമത്തെ ഗഡു കൂടി എത്തിച്ചേരും. കൈകളിലേക്കുള്ള വിതരണം ഇതോടൊപ്പം തന്നെ ആരംഭിക്കുമെങ്കിലും ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും ഏപ്രിൽ 14 മാത്രമേ വിതരണം പൂർത്തിയാക്കുകയുള്ളൂ. ഈ സാഹചര്യത്തിലാണ് വീണ്ടും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. ഇന്നു മുതൽ തന്നെ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്കുള്ള കുടിശ്ശിക വിതരണം ആരംഭിക്കുകയാണ്. 5 മാസത്തിലെ പെൻഷൻ കുടിശ്ശികയുടെ വിതരണമാണ് നിലവിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച് ഉത്തരവായിട്ടുള്ളത്. 1600 രൂപയുടെ വീതം 5 ഗഡുക്കൾ 8000 രൂപയാണ് ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുക. 8000 രൂപ വീതം കുടിശ്ശികയുള്ള ഓരോ ഗുണഭോക്താവിന്റെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇന്നു മുതൽ എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ അടുത്തയാഴ്ചയോടുകൂടി 1 ഗഡു കൂടി അനുവദിക്കുമെന്ന് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. അതായത് 6 മാസത്തിലെ പെൻഷൻ കുടിശ്ശികയാണ് നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കുടിശ്ശികയായി കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലകളിലേക്കുള്ള ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക. 2 ഘട്ടങ്ങളിലായി ആരംഭിക്കുന്ന വിതരണം അടുത്തയാഴ്ചയോടുകൂടി പൂർത്തിയാകും. നാളുകളോളമായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ഇനത്തിലാണ് ഇപ്പോൾ റീഫണ്ട് ഉൾപ്പെടെ പെൻഷൻ തുകയും കൂടി എത്തിച്ചേരുന്നത്. 50 കോടി രൂപ സർക്കാർ വായ്പയും 335 കോടി രൂപയ്ക്കടുത്ത് മറ്റ് ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള വായ്പയും കൂടി ചേർത്താണ് നിലവിലുള്ള കുടിശ്ശിക തുകയും പെൻഷൻ തുകയും വിതരണം ആരംഭിച്ചിരിക്കുന്നത്. മാർച്ച് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിലേക്കായി 1060 കോടിയോളം രൂപയാണ് നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകളിലെ 8 ലക്ഷത്തോളം വരുന്ന NSAP വിഭാഗത്തിൽപ്പെട്ട് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് 200 മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നേക്കാം. ഇവർക്കുള്ള വിതരണവും ഇതോടനുബന്ധിച്ച് തന്നെ ആരംഭിക്കും. ഇതിനുള്ള തുകയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചതായി ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ പെൻഷൻ തുകയായ 4000 രൂപയോടൊപ്പം തന്നെ മെയ് മാസത്തിലെ പെൻഷൻ തുക കൂടി അനുവദിച്ച് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ ഉത്തരവായിട്ടുണ്ട്. സർക്കാർ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും മെയ് മാസത്തിലെ പെൻഷൻ തുകയും മുടങ്ങാതെ തന്നെ എത്തിച്ചേരും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.